ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മാങ്ങാക്കാലമാകുമ്പോൾ ഇതുപോലെ ഒരുപാട് മാങ്ങകൾ നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ നമുക്കത് എങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാം നോക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ 2-3 മാങ്ങ ഒന്ന് പൂളിയെടുത്ത് കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് അടിച്ച് ഇതുപോലെ പൾപ്പാക്കി അടി കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കും. അതിനുശേഷം തീ കത്തിച്ച് ചെറുതീയിൽ വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലൊരു തവി കൊണ്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇതൊന്ന് സ്മൂത്തായി എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലേക്ക് ചെയ്യുന്നത്. ഇനി മിക്സിയിൽ നിന്നും ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെയാണ് പൾപ്പാക്കി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അരിക്കാതെ നേരെ ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 5 മിനിറ്റ് കൈവിടാതെ ഇളക്കിയതിന് ശേഷം ഞാൻ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമ്മുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അങ്ങനെ പഞ്ചസാര ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരണം. ത്രൂ ഔട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഇങ്ങനെ നല്ലോണം കുറുകി ചെറിയ തിളയൊക്കെ വരുമ്പോഴത്തേനും നമ്മുടെ ആവശ്യമുള്ളൊരു കൺസിസ്റ്റൻസിക്കായിട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു വെള്ളം വറ്റി വരണം. ഒന്ന് വറ്റി കുറുകി വരുന്ന ആ ഒരു ടൈമിലാണ് നമ്മളിത് കുപ്പിയിലാക്കി സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ടിയുടെയൊക്കെ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നല്ല കൺസിസ്റ്റൻസിന് കട്ടി ഉണ്ട്. ഇനി ഇത് ക്രിസ്റ്റലൈസ്ഡായി പോകാതിരിക്കാൻ വേണ്ടി ഒരു വെള്ളം ചേർത്ത് ഒരു 10 മിനിറ്റിന് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ കൈവിടാതെ ഇളക്കിയതിന് ശേഷം ഞാൻ അത്യാവശ്യം ഒരു വലിയ സൈസിലുള്ള നാരങ്ങയുടെ പകുതി കുരുവെല്ലാം കളഞ്ഞിട്ട് പകുതി നാരങ്ങയുടെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പഞ്ചസാര കുറവായിട്ട് തോന്നിയതുകൊണ്ട് 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ഇളക്കി നല്ലോണം അലിഞ്ഞ് നല്ലോണം കുറുകി വറ്റി വരുന്ന രീതിയിൽ വരുന്നവരെ നമുക്ക് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. എപ്പോഴും ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെക്കരുത്. സമയം കൂടുതലെടുക്കും. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തുമില്ല. അങ്ങനെ പഞ്ചസാര രണ്ടാമത്തെ സെറ്റ് പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം ഏകദേശം ഒരു 10-15 മിനിറ്റും കൂടെ എനിക്ക് എടുത്തിട്ടുണ്ട് ഈ ഒരു ഫോമിലേക്ക് കുറുകി കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഈ ചൂട് കാലത്ത് സെർവ് ചെയ്യാനും അതെ, കുഞ്ഞു മക്കളുള്ള വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു രുചി വ്യത്യാസത്തിന് ഈ ഒരു മാംഗോ സ്ക്വാഷും വെള്ളവും കുറച്ച് ഐസ് ക്യൂബും യൂസ് ചെയ്ത് കലക്കി കൊടുക്കാവുന്നതാണ്. എല്ലാ കുഞ്ഞുമക്കൾക്കും, പ്രത്യേകിച്ച് മാങ്ങ ഇഷ്ടമുള്ള കുഞ്ഞുമക്കൾക്കും വലിയവർക്കും ഒക്കെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളവും ഈ സ്ക്വാഷും എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നല്ലോണം അടിച്ച് കൊടുക്കാവുന്നതാണ്. അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ട് ഇതെല്ലാം ഒരുമിച്ച് ചേരും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.